നമ്മുടെ നാട്ടിൽ ആർത്തവം എന്നത് അശുദ്ധിയായാണ് കണക്കാക്കുന്നത്. എന്നാൽ ആർത്തവത്തെ ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇന്ത്യയിലെ താന്ത്രിക ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ കാമാഖ്യ ക്ഷേത്രത്തിലാണ് ആർത്തവം ആഘോഷമായി കൊണ്ടാടുന്നത്. ആസാമിലെ ഗുവാഹത്തിനടുത്ത് നിലാചൽ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സതീദേവിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഏറ്റവും ശക്തി ആയുധം യോനി പ്രതിഷ്ഠയുള്ളതുമായ ഏക ക്ഷേത്രം കൂടിയാണ് കാമാഖ്യ ക്ഷേത്രം. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നടക്കുന്ന യോനി പൂജയിൽ പങ്കെടുക്കുന്നത്. സതീദേവിയുമായി ബന്ധപ്പെട്ടതാണ് കാമാഖ്യ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥ. തന്റെ പിതാവായ ദക്ഷന്റെ എതിർപ്പോടെയായിരുന്നു സതീദേവി മഹാദേവനെ വിവാഹം ചെയ്തത്. ഒരിക്കൽ ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും അതിൽ സതീദേവിയെയും മഹാദേവനെയും ഒഴികെയുള്ള എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിക്കുകയും ചെയ്തു. ഇരുവരെയും അപമാനിക്കുകയായിരുന്നു ദക്ഷന്റെ ലക്ഷ്യം. എന്നാൽ വിളിച്ചില്ലെങ്കിലും ശിവന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് സതീദേവി യാഗത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെട്ടു. അച്ഛൻ തന്നെ കാര്യമായി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ പോയ സതീദേവിയെ ദക്ഷൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ക്രൂരമായി അപമാനിക്കുകയും ചെയ്തു. ഇത് സഹിക്കാൻ കഴിയാതെ ദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞെത്തിയ കോപാകുലനായ മഹാദേവൻ സതീദേവിയുടെ കത്തിക്കരിഞ്ഞ ശരീരം എടുത്തുകൊണ്ട് ലോകം മുഴുവനും അലഞ്ഞു നടന്നു. തുടർന്ന് മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ദേവിയുടെ ശരീരം പല കഷ്ണങ്ങളാക്കി ഛേദിച്ചു. ഇതിൽ യോനി ഭാഗം വീണ സ്ഥലമാണ് കാമാഖ്യ ക്ഷേത്രം എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ ദേവിയുടെ യോനി പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ആരാധിക്കുന്നതും. മറ്റു ശരീരഭാഗങ്ങൾ വീണ ക്ഷേത്രങ്ങൾ ശക്തിപീഠങ്ങൾ എന്ന പേരിൽ ഇന്നും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. വർഷത്തിൽ 3 ദിവസമാണ് ദേവിയുടെ ആർത്തവകാലം എന്നാണ് വിശ്വാസം. വിഗ്രഹത്തിൽ നനവുണ്ടാകുന്നതും ഈ 3 ദിവസമാണത്രേ. ഈ സമയത്താണ് ഇവിടെ പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നതും. ദേവിയുടെ ആർത്തവത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തിന് അംബുബാച്ചി മേളം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി 3 ദിവസം ക്ഷേത്രം അടച്ചിടും. ആ ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്രവേശനമില്ലെങ്കിലും പുറത്ത് വലിയ ആഘോഷങ്ങളാണ് നടക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കാനായി എത്തിച്ചേരാറുണ്ട്. ദേവി രജസ്വലയാകുന്ന ആ 3 ദിവസങ്ങൾക്ക് ശേഷം ക്ഷേത്രം വീണ്ടും തുറക്കുകയും വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രം അടച്ചിടുന്ന 3 ദിവസം തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ബ്രഹ്മപുത്രയ്ക്ക് പോലും ചുവന്ന നിറമാണ് ഉണ്ടാകുന്നത്. കൂടാതെ ക്ഷേത്രത്തിനുള്ളിലെ ഒരിക്കലും വറ്റാത്ത നീരുറവയും ചുവന്ന നിറത്തിലാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. രാജാവിന് പ്രവേശനമില്ല. എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ടെങ്കിലും കച്ച് ബിഹാർ രാജവംശത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ അനുവാദമില്ല. ഇതിനുള്ള കാരണവും അതിവിചിത്രമാണ്. ക്ഷേത്രത്തിൽ സന്ധ്യാപൂജ നടക്കുമ്പോൾ അടച്ചിട്ട മന്ദിരത്തിൽ ദേവി നഗ്നയായി നൃത്തമാടുമെന്നാണ് വിശ്വാസം. ഒരിക്കൽ കച്ച് ബിഹാർ രാജവംശത്തിൽപ്പെട്ട രാജാവ് ദേവിയുടെ ഈ നൃത്തം കാണാൻ ആഗ്രഹമായി. അങ്ങനെ ക്ഷേത്ര പൂജാരിയുടെ സഹായത്തോടെ ഭിത്തിയിലെ സുഷിരത്തിൽ കൂടി രാജാവ് ദേവിയുടെ നൃത്തം ഒളിഞ്ഞു നോക്കി. എന്നാൽ നൃത്തത്തിനിടയിൽ രാജാവിനെ കണ്ട ദേവി കോപാകുലയായി. ദേവി പുരോഹിതന്റെ തല വലിച്ചു കീറി കൊലപ്പെടുത്തുകയും രാജാവിനെ ശപിക്കുകയും ചെയ്തു. കാലം എത്ര കഴിഞ്ഞാലും രാജാവും സന്തതി പരമ്പരകളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുക പോയിട്ട് ക്ഷേത്രത്തിന്റെ നേരെ നോക്കുവാൻ പോലും പാടില്ലെന്ന് ദേവി കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ കച്ച് ബിഹാർ രാജവംശത്തിൽപ്പെട്ടവർ ഇതുവഴി കടന്നു പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ നേരെ നോക്കുകയില്ലെന്ന് മാത്രമല്ല, ഒരു കുടം ഉപയോഗിച്ച് തല മറച്ചു പിടിക്കുകയും ചെയ്യുന്നു.